നിർദ്ദിഷ്ട ആലുവ കോതമംഗലം നാലുവരിപ്പാത പദ്ധതിയുടെ അലൈൻമെന്റ് അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. പദ്ധതി പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നെല്ലിക്കുഴി കനാൽ പാലത്തിന് സമീപമുള്ള സെൻഹാരീന കൺവെൻഷൻ സെന്ററിലായിരുന്നു രൂപീകരണ യോഗം. നിർദ്ദിഷ്ട ആലുവ കോതമംഗലം നാലുവരിപ്പാത പദ്ധതിയുടെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികവുമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമകളും വ്യാപാര സ്ഥാപന ഉടമകളും പ്രദേശവാസികളും ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആലുവ മൂന്നാർ റോഡിൻ്റെ ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം കോഴിപ്പള്ളി അരവനപ്പടി വരെ വരുന്ന നിർദ്ദിഷ്ട നാലുവരിപ്പാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള നാട്ടുകാരായ ആളുകൾക്കുണ്ടാകുന്ന വ്യാപാരികൾക്കുണ്ടാകുന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരണ യോഗമാണ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ നാടുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഉൾഗ്രാമമാണെന്ന് നമുക്ക് തോന്നും, ഗ്രാമമാണെങ്കിലും പക്ഷേ ഇതൊരു തിക്ക് പോപ്പുലേഷനുള്ള പഞ്ചായത്താണ് നെല്ലിക്കുഴി. കോതമംഗലം താലൂക്കിൽ നെല്ലിക്കുഴി പഞ്ചായത്തും കോതമംഗലം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന പ്രദേശത്തു കൂടിയാണ് ഇത് കടന്നു വന്നത്. നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ സെൻട്രൽ ഭാഗത്തു കൂടി മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന വലിയൊരു റോഡാണത്. ആലുവയിൽ നിന്നും മൂന്നാറിലേക്കുള്ള പഴയ രാജപാതയുടെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ തിക്ക് പോപ്പുലേഷനുള്ള ഈ ആലുവ മൂന്നാർ റോഡ് നാലുവരിപ്പാതയാക്കുമ്പോൾ ഇപ്പോഴത്തെ നിർദ്ദിഷ്ട അലൈൻമെൻറ്റിൽ പറയുന്നത് 23 മീറ്റർ വീതിയാണ്. 23 മീറ്ററിൽ 2 മീറ്റർ വീതം കാനിയും പിന്നീട് 2 മീറ്റർ നടുവിൽ മീഡിയനുമായി മാറ്റിവെക്കുമ്പോൾ ബാക്കി 17 മീറ്ററിലാണ് ഇരു സൈഡിലുമുള്ള നാലുവരിപ്പാത രൂപീകൃതമാകുന്നത്. ഈ നാലുവരിപ്പാത വരുമ്പോൾ 2 സൈഡിലും ഈ രണ്ട് പാത വീതം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് ഇതിനൊരു സർവീസ് റോഡില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനിപ്പോൾ നാലുവരിപ്പാതയാകുമ്പോൾ 60 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ തന്നെ അപകടകരമാണ്. ഈ വാഹനങ്ങൾ വരുമ്പോൾ ഈ റോഡിലേക്ക് ഒരുപാട് ആക്സസ് റോഡുകളുണ്ട്. സാധാരണ ഹൈവേ പോലെ അല്ല ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്നുണ്ട്. 100 കണക്കിന് വാഹനങ്ങൾ ഈ റോഡിലേക്ക് വരുന്നുണ്ട്, ഈ റോഡിലേക്ക്. ഇത് കൂടാതെ മൂന്നാറിൽ നിന്നും ആലുവ, തൃശ്ശൂർ, അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന മുഴുവൻ വാഹനങ്ങളും ഈ പാതയിൽ കൂടിയാണ് വരുന്നത്. അങ്ങനെ വരുന്ന പാതയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെൻറ്ററിൽ കൂടി 2 മീറ്റർ വീതിയിലുള്ള മീഡിയൻ വരുമ്പോൾ ഓരോ 800 മീറ്ററിലുമാണ് ഇവർ യു ടേൺ കൊടുക്കുന്നത്. യു ടേൺ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയാണ് കൊടുത്താൽ മതി. പക്ഷേ അവിടെ യു ടേൺ അടിക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടി സ്റ്റോറേജ് പ്ലേസ് ഈ മീഡിയൻ്റെ വലതുഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് വാഹനങ്ങൾക്ക് അപകടരഹിതമായി, അല്ലെങ്കിൽ 2 സൈഡിൽ കൂടി വരുന്ന വാഹനങ്ങൾക്ക് അപകടമില്ലാതെ, അവിടെ ബ്ലോക്കില്ലാതെ യു ടേൺ അടിക്കാവുന്ന ഒരു സംവിധാനവും ഈ അലൈൻമെന്റിൽ കാണിച്ചിട്ടില്ല. നെല്ലിക്കുഴി കനാൽ പാലത്തിന് സമീപമുള്ള സെൻഹ അരീന കൺവെൻഷൻ സെന്ററിലായിരുന്നു രൂപീകരണ യോഗം. ആലുവയിലെ പുളിഞ്ചോട്ടിൽ നിന്നാരംഭിച്ച് മൂന്നാറിലേക്കുള്ള ഗതാഗത വികസനത്തിന്റെ ഭാഗമായാണ് നിർദ്ദിഷ്ട നാലുവരിപ്പാത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കോതമംഗലം അരമനപ്പടി വരെ എത്തുന്ന പദ്ധതിയുടെ നിലവിലെ അലൈൻമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യോഗത്തിൽ ഉയർന്നത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നടത്തപ്പെടാത്ത സാമൂഹിക ആഘാത പഠനം, അശാസ്ത്രീയമായ അലൈൻമെന്റ്, ഭൂമി ഏറ്റെടുക്കലിനെ തുടർന്നുള്ള നഷ്ടപരിഹാര ആശങ്കകൾ, ഭൂ ഉടമകളുടെയും വ്യാപാരികളുടെയും അവകാശ സംരക്ഷണം എന്നിവ പ്രധാന വിഷയങ്ങളായി യോഗം ചർച്ച ചെയ്തു. ഇതിൽ പോകുന്ന ഒരു വാഹനം ഒന്ന് കേടായാൽ, ഒന്ന് പഞ്ചറായാൽ അതിനൊന്ന് സൈഡിൽ ഒതുക്കി നിർത്തുവാനുള്ള ഒരു സ്ഥലം പോലുമില്ല. ആകെ ഉള്ളത് നടപ്പാത പോലും ഇവർ ശരിയായി പറയുന്നില്ല. കാനയും മീഡിയനും പറയുന്ന ഇതിലൊന്ന് ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്ന ഈ നടപ്പാത പോലും ഇവർ ഈ അലൈൻമെൻറ്റിൽ കാണിച്ചിട്ടില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണിതെല്ലാം. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ റോഡിലേക്ക് വന്നു ചേരുന്ന ചെറുവട്ടൂർ, തൃക്കാരിയൂർ മുതലായ ഭാഗങ്ങളിൽ നിന്നൊക്കെ 100 കണക്കിന് വാഹനങ്ങൾ വന്നു ചേരുമ്പോൾ അതെല്ലാം നെല്ലിക്കുഴി ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി യു ടേൺ അടിച്ചിട്ട് വേണം മൂന്നാർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കോതമംഗലം ഭാഗത്തേക്ക് പോകാൻ. ഇങ്ങനെ ഇപ്പോൾ ഇതിനോട് ചേർന്ന് വരുന്നതാണ് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് 9000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അത് ഡെൻ്റൽ സയൻസിൻ്റെ മുതൽ ഡെൻ്റൽ കോളേജ് മുതൽ എൻജിനീയറിംഗ് കോളേജ് മുതൽ ആർട്സ് കോളേജ്, പോളിടെക്നിക്ക്, ലോ കോളേജ് എന്ന് വേണ്ട ഫാർമസി, എല്ലാ കോഴ്സുകളുമുള്ള 9000 കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിന് ഏതാണ്ട് 50-60ഓളം വാഹനങ്ങൾ, വലിയ വെഹിക്കിൾസ് ഉണ്ട്, ബസ്സുകൾ. ഇതിലേക്ക് വരുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും
മറ്റ് സ്റ്റാഫുകളുടെ വാഹനങ്ങൾ ഒരുപാടുണ്ട്. കൂടാതെ ഇഷ്ടമാതിരി കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ ഹബ്ബായ കോതമംഗലത്തുള്ള സ്കൂളുകളും കോളേജുകളുടെയുമായ വാഹനങ്ങൾ അതും അധികമാണുള്ളത്. പിന്നെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ നൂറുകണക്കിന് വാഹനങ്ങളുണ്ട്. KSRTC ബസ്സുകൾ ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന, കുമളിയിൽ നിന്ന് വരുന്ന, തേക്കടിയിൽ നിന്ന് വരുന്ന, മൂന്നാറിൽ നിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് ഇപ്പോൾ എറണാകുളത്തേക്കും അതുപോലെ തൃശ്ശൂർ ഭാഗത്തേക്കും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും പോകുന്നത്. ഇത്ര തിങ്ങി നിറഞ്ഞ് വേഗതയിൽ യാത്ര ചെയ്യുന്ന ഈ റോഡ് ഇതുപോലെ തന്നെ സാങ്കേതികമായി ഒരു മികവും പുലർത്താതെ എന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇതിനൊരു ഡിസൈൻ കൊടുത്ത് പണി തുടങ്ങുവാനും സ്ഥലമേറ്റെടുക്കുവാൻ കല്ലുകളെല്ലാം സ്ഥാപിച്ചിട്ടിരിക്കുന്നു. പദ്ധതി നിലവിലെ രൂപത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ നിരവധി കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും പങ്കുവച്ചു. അലൈൻമെന്റിലെ അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ പദ്ധതിയുമായി മുന്നോട്ടു പോകാവൂവെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ബാധിതരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച ശേഷമേ അന്തിമ തീരുമാനങ്ങളിലേക്ക് കടക്കാവൂവെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ പ്രശ്നം ഈ റോഡിൻ്റെ ഇരുവശവും, ഇത് കേരളത്തിലെ ഒരു ഫർണിച്ചർ ഹബ്ബാണ്. ഇരുവശവും നമുക്ക് നോക്കിയാൽ കാണാം നൂറുകണക്കിന് ഫർണിച്ചർ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. യഥേഷ്ടം ആളുകൾ രണ്ട് സൈഡിലും വാഹനങ്ങൾ നിർത്തി നടന്നു വന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വില കുറഞ്ഞ നല്ല ഫർണിച്ചർ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ഫർണിച്ചർ വ്യവസായത്തെ ആശ്രയിച്ചാണ് നെല്ലിക്കുഴിയിൽ ജീവിക്കുന്നത്. അവരുടെ ഉപജീവനമെല്ലാം നിന്നുപോകും. കാരണം ഒരു സ്കൂട്ടർ നിർത്തിയിട്ട് വന്ന് ഈ കടയിൽ കയറി വരാനോ നോക്കാനോ ഉള്ള സൗകര്യം പോലും ഈ റോഡിൻ്റെ ഇരുഭാഗത്തും ഇവർ കൊടുത്തിട്ടില്ല. മീഡിയൻ സെൻറ്ററിൽ വരുമ്പോൾ രണ്ട് ഭാഗത്തേക്കും നോട്ടം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന ഒരു റോഡിൻ്റെ അലൈൻമെൻറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇത്തവണ സാമൂഹ്യ ആഘാത പഠനം കഴിഞ്ഞ ആഴ്ച ഇവർ നടത്തിയപ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞില്ല. ഇതിനെന്ത് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ എന്തെല്ലാം ഡേറ്റ ശേഖരിച്ചിട്ടുണ്ട്, ഈ റോഡിൽ എവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാവും, എന്ത് ഡേറ്റ ശേഖരിച്ചിട്ടുണ്ടോ? ഇല്ല. അധ്യാപകർ, സ്കൂളുകളോ കോളേജുകളോ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളെ പറ്റിയുള്ള ഡേറ്റയുണ്ടോ? അവരുടെ അടുത്തിൽ ഒരു ഡേറ്റയും കളക്ട് ചെയ്യാതെ, ജനസംഖ്യ പോലും ആ ജനസംഖ്യയുടെ ഒരു ഡേറ്റ പോലും അവരുടെ അടുത്തില്ലാതെ കാണിക്കുവാൻ വേണ്ടി, രേഖയിൽ വേണ്ടി, നിയമത്തിന് വേണ്ടി ഒരു സാമൂഹ്യ ആഘാത പഠനം മാത്രമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായത്. കഴിഞ്ഞ തവണ ഈ ഡിസംബർ വരെ ഉണ്ടായിരുന്ന ഭരണസമിതിയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു ഞാൻ. എൻ്റെയാണ് ഈ ഇരുമലപ്പടി മുതൽ തങ്കളം വരെ വരുന്ന നെല്ലിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ എൻ്റെ ഡിവിഷനാണ്. ഒരു തവണ പോലും ജനപ്രതിനിധികളുമായിട്ട് ഇവർ ചർച്ച ചെയ്തിട്ടില്ല. ജനപ്രതിനിധികളോ ജനങ്ങളുമായിട്ടോ വ്യാപാരികളായിട്ടോ വ്യവസായികളായിട്ടോ റെസിഡൻസ് അസോസിയേഷനുകളായിട്ടോ ഈ കോളേജ് അധികാരികളായിട്ടോ എന്ന് വേണ്ട പോലീസും പഞ്ചായത്ത് അധികാരികളായിട്ട് പോലും ചർച്ച ചെയ്തതായിട്ട് അറിയില്ല. അങ്ങനെ അശാസ്ത്രീയമായി ഡേറ്റകളില്ലാതെ യാതൊരുവിധ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അലൈൻമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ വരുത്തണം. ഈ റോഡ് ഇതിലെ തന്നെ വരണം. ഇതിലെ അപാകതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ രൂപീകരണമാണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശം. ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളായ TJ ജോർജിനെ ചെയർമാനായും ടിസാൻകോയെ ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജോസ് വർഗീസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി ശക്തമായ ജനകീയ ഇടപെടലുകൾ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ഉള്ളതുപോലെ ഏതാണ്ട് അലൈൻമെന്റായി കഴിഞ്ഞപ്പോൾ അതിനാദ്യമായിട്ട് ഈ അഡ്വാൻസ് പോസ്റ്റഡ് പൈസ വാങ്ങാതെ സ്ഥലത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത് വയ്ക്കുക. ആദ്യം ഒപ്പിട്ട് ഞാനാണ്. അപ്പോൾ വികസനത്തിന് ഒരിക്കലും ഞാനെതിരല്ല. ഈ തവണയും കല്ലിടാൻ വന്നപ്പോൾ സർവാത്മന വിളിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ കല്ലിടോളാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് രീതിക്ക് വന്നപ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഒരു 7 കോടി കടയുടെ ജീവിതമാർഗമാണ്. എനിക്ക് വാടകയ്ക്കാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ആ വാടക കിട്ടുന്ന 7 കോടിയിൽ 6.25 കോടി ലക്ഷം ഇപ്പോഴത്തെ ഈ പദ്ധതി. ഞാൻ താമസിക്കുന്ന ഭാഗത്ത് 5 കല്ലുകളുണ്ട്. ഒരു 20 സെന്റ് സ്ഥലം. മീഡിയ 60 ന്യൂസ് കോതമംഗലം.